അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹവും ആദരവും നിറഞ്ഞ മുഅ്മിനുകളെ, ഈ ആഴ്ച ഖുതുബ ചർച്ച ചെയ്യുന്ന വിഷയം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്ന് പറയുന്ന സുന്ദരമായ രാജ്യത്തിൻ്റെ 54-ാം പിറന്നാൾ ആഘോഷമാണ്, നാഷണൽ ഡേ സെലിബ്രേഷനെ കുറിച്ചാണ്. ഈ രാജ്യം നേടിയെടുത്ത മഹത്വമായ നേട്ടങ്ങളെക്കുറിച്ചും ഈ രാജ്യത്തിൻ്റെ ചരിത്രമാണ് നമ്മെ ഉണർത്തുന്നത്. ആദ്യമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖൂ. അല്ലാഹുവിനെ സൂക്ഷിക്കുക, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നിങ്ങൾ മുസ്ലിമായി അല്ലാതെ മരിക്കരുത്. അല്ലാഹുവിൻ്റെ ഭാഷ്യം മുറുകെ പിടിക്കുക, പരസ്പരം ഭിന്നിക്കരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ രാജ്യത്തിൻ്റെ ചരിത്രം നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യമായി ചെറുനാട്ടു രാജ്യങ്ങളിലായി നിന്നിരുന്ന ഈ നാടുകളെ പരസ്പരം ഒന്നിച്ചുകൊണ്ട്, യുണൈറ്റഡ് ആക്കിക്കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാക്കി മാറ്റിയ മഹാമനീഷിയാണ് ഷെയ്ഖ് സായിദ് എന്ന് പറയുന്ന രാഷ്ട്രപിതാവ്. അദ്ദേഹത്തിൻ്റെ മഹാനവറുകളുടെ കാഴ്ചപ്പാടുകളാണ് ഈ സുന്ദരമായ രാജ്യം പിറക്കാൻ കാരണം. ഈ രാജ്യം പിറന്നതിന് ശേഷം ഒരുപാട് അഭിമാനമായ മുഹൂർത്തങ്ങളാണ് സമൂഹത്തിനും ഇവിടെ ജീവിക്കുന്ന ആളുകൾക്കും ഈ രാജ്യം നൽകിയത്. ഏറ്റവും സുന്ദരമായി ജീവിക്കുവാനും ഏറ്റവും സുന്ദരമായി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുവാനും ഈ രാജ്യം നമുക്ക് അവസരം തരുന്നു. ആദ്യമായി ഫദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും, അള്ളാഹുവിന് ആദ്യമായി ശുക്ർ പറയുകയാണ്, നന്ദി അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഈ രാജ്യം പിറക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് കഠിനമായ സാഹചര്യങ്ങളിലൂടെയാണ് ഈ നാട് മുന്നോട്ട് ഗമിച്ചു കൊണ്ടിരുന്നത്. അതിനൊക്കെയും പരിഹാരമായി നാം ഇങ്ങനെ നിന്നാൽ പോരാ, മറിച്ച് കൂട്ടമായി പ്രവർത്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ നേടുവാനും നമ്മുടെ ജനങ്ങൾക്ക് അഭിമാനമായ സുന്ദരമായ വളരെ പ്രൗഢിയോടെ ജീവിക്കാനും നമുക്ക് സാധിക്കും. അതിന് നാം ഒന്നിച്ചു നിൽക്കണമെന്ന വലിയ പാഠം ഷെയ്ഖ് സായിദ് മഹാനവറുകൾ അദ്ദേഹത്തിനെ മോട്ടിവേറ്റ് ചെയ്തത് പരിശുദ്ധമായ ഖുർആനും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസുകളിലാണ്. പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, നിങ്ങൾ പരസ്പരം കലഹിക്കരുത്, നിങ്ങൾ പരസ്പരം കലഹിച്ചാൽ ദുർബലരായി തീരുമെന്ന പരിശുദ്ധമായ ഖുർആനിൻ്റെ വാക്കുകളാണ് മഹാനവറുകളെ ചിന്തിപ്പിക്കുന്നത്. പരസ്പരം സ്നേഹത്തിൻ്റെ വിഷയത്തിലും നന്മയുടെ വിഷയത്തിലും നാം പരസ്പരം സഹകരിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയുടെ വിഷയത്തിലും തഖ്വയുടെ വിഷയത്തിലും പരസ്പരം സഹകരിക്കണം എന്നാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഉണർത്തുന്നത്. ഇതുപോലെയുള്ള ആയത്തുകളിൽ ഉന്മേഷം ഉൾക്കൊണ്ടുകൊണ്ട് ഷെയ്ഖ് സായിദ് മഹാനവറുകളും ഈ നാട്ടിലെ മറ്റു ഭരണാധികാരികളും ഒന്നിച്ചു നിന്നപ്പോൾ സുന്ദരമായ രാജ്യമായി UAE മാറുകയാണ്. ഒരുപാട് ആളുകൾക്ക് ജീവിതം നൽകുകയാണ്. ഒരുപാട് അന്യദേശത്തു നിന്ന് വരുന്ന ആളുകൾക്ക് അന്നം നൽകുന്ന രാജ്യമായി ഈ രാജ്യം മാറുകയാണ്. ഒരാൾ ഒരു നന്മയുദ്ദേശിച്ചാൽ, അള്ളാഹുവിനത് ഇഷ്ടമായാൽ ധാരാളം നന്മകൾ ചെയ്യാനുള്ള സാഹചര്യം അള്ളാഹു ഒരുക്കിത്തരും. ഇന്ന യഅലമില്ലാഹു ഫീ ഖുലൂബിക്കും
ഖൈറ യുഅ്തികും ഖൈറ, നിങ്ങളുടെ ഹൃദയങ്ങളിൽ നന്മയുണ്ടെന്ന് അള്ളാഹു അറിഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹു മനസ്സിലാക്കിയാൽ, നന്മ ചെയ്യാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ അള്ളാഹു പ്രാധാന്യം ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഇവിടെയുള്ള രാജാക്കന്മാരിൽ, ഭരണാധികാരികൾക്കിടയിൽ പരസ്പരം ഇണക്കവും സ്നേഹവും അള്ളാഹു നൽകുകയാണ്. കാരണം വഅല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം വലാകിന്ന അല്ലാഹ അല്ലഫ ബൈനഹും. അവരുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കം നൽകുന്നത് അള്ളാഹുവാണ്. ഭൂമിയിലുള്ള സകല വസ്തുക്കളും നാം നൽകിക്കഴിഞ്ഞാൽ മനുഷ്യന്മാരുടെ മനസ്സുകൾക്കിടയിൽ ഇണക്കം നൽകാൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ ഇവർക്കിടയിൽ പരസ്പരം ഇണക്കം നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിനുശേഷം ഈ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ, ഈ രാജ്യത്തിൻ്റെ ആളുകൾ ജീവിക്കുന്ന ജീവിത ശൈലികൾ നാം ഓരോന്നും പരിശോധിച്ചു നോക്കിയാൽ വിപ്ലവകരമായ നേട്ടങ്ങളാണ് ഈ കൊച്ചു രാജ്യം നേടിയെടുത്തത്. ഇന്ന് ഈ രാജ്യത്തിലുടനീളം നാം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ധാരാളം മസ്ജിദുകളെയും സ്കൂളുകളും ഹോസ്പിറ്റലുകളും യൂണിവേഴ്സിറ്റികളും, എന്തിനേറെ പറയണം, ഒരു ഭയവുമില്ലാതെ വളരെ സുന്ദരമായ അഭിമാനത്തോടെ ഒരു പേടിയുമില്ലാതെ നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുന്നു. ഈ രാജ്യമാകട്ടെ ലോകത്തിൻ്റെ നാനാഭാഗത്തും പരസ്പരം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്ക് അവർക്കാവശ്യമായ കാരുണ്യ പ്രവർത്തനങ്ങളും ഈ രാജ്യം ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് സായിദിൻ്റെ അതേ വഴിയിലൂടെ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റും മറ്റു ഭരണാധികാരികളും ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ ഭരണാധികാരികൾ നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഒരു വാപ്പയും മക്കളെപ്പോലെയാണ്, നാം അവരെയും സ്നേഹിക്കുന്നുണ്ട്. അത് തന്നെയല്ലേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, ഖിയാറു അഇമ്മത്തിക്കും അല്ലദീന തുഹിബ്ബൂനഹും വയുഹിബ്ബൂനക്കും. നിങ്ങളിലെ യഥാർത്ഥ ലീഡർ എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കവരെ ഇഷ്ടമാണ്, അവർക്ക് നിങ്ങളെയും ഇഷ്ടമാണ്, അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് യഥാർത്ഥ ലീഡറെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, പരസ്പരം ശക്തി പകരുന്ന ചുമരുകളെപ്പോലെ നാം പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.